ആകാശ വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ ശ്വേത പി കെ. ഞാൻ ദേവിക പ്രകാശ്. വ്യഥയുടെ ഭാരം കനത്തു തഴമ്പിച്ച പഴയൊരീ പ്രേമഹസ്തങ്ങൾ നെറുകയിൽ മെല്ലെ ഞാൻ വയ്ക്കുമ്പോളോമനെ മിഴി തുറന്നെന്നെ നീ നോക്കൂ. നഗരസത്രത്തിൽ നാം പണ്ടു നിലാവേറ്റു തളിരായി വിരിഞ്ഞൊരക്കാലം ഹൃദയമേ എന്നിലലിഞ്ഞു നീ പാതിരാ പുളകമാം പൂവായ കാലം. ഇന്ന് മെയ് 16. 1946 മെയ് 16 തീയതി കൊല്ലം പടിഞ്ഞാറെ കല്ലടയിലാണ് മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന ഡി വിനയചന്ദ്രൻ ജനിച്ചത്. ചൊൽക്കവിതകൾക്ക് മലയാളത്തിൽ ജീവൻ നൽകിയ കവി കൂടിയായിരുന്നു വിനയചന്ദ്രൻ. ആലാപനത്തിലെ മൗലികത അദ്ദേഹത്തിന്റെ കവിതകളെ കൂടുതൽ ജനമനസ്സുകളിലെത്തിച്ചു. ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും മലയാള സാഹിത്യത്തിൽ 1ാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും നേടിയ അദ്ദേഹം കേരളത്തിലെ വിവിധ സർക്കാർ കലാലയങ്ങളിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുസമയ സാഹിത്യ പ്രവർത്തനത്തിൽ മുഴുകിയിരുന്ന വിനയചന്ദ്രന് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളമായി വലിയ ശിഷ്യഗണം തന്നെയുണ്ട്. 80കളിൽ കേരളത്തിലെ ക്യാമ്പസുകളെ സജീവമാക്കുന്നതിൽ ഇദ്ദേഹത്തിന്റെ കവിതകൾ നിർണായക സ്വാധീനം ചെലുത്തി. പ്രണയത്തിന്റെ ഋതുഭേദങ്ങളെ ഇത്രയും സൂക്ഷ്മമായി ആവിഷ്കരിച്ചിട്ടുള്ള മലയാള കവികൾ വിരളമാണ്. അതുപോലെ തന്റെ ഓരോ യാത്രകളും വ്യത്യസ്ത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കവിതകളാക്കി ആവിഷ്കരിക്കുന്നതിൽ അദ്ദേഹം വളരെ സമർത്ഥനുമായിരുന്നു. ചങ്ങമ്പുഴയ്ക്കു ശേഷം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രണയ കവിതകൾ എഴുതിയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രണയവും രതിയും തുറന്നു കാട്ടുന്ന ദാർശനികത കാണാം. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു എന്ന കവിതാ സമാഹാരത്തിന് 1992 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ചങ്ങമ്പുഴ പുരസ്കാരം, 2006 ആശാൻ സ്മാരക കവിതാ പുരസ്കാരം, റഷ്യൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ സെർഗെയ് യെസിനിൻ അവാർഡ് എന്നിങ്ങനെയുള്ള പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിരുന്നു. 1994 വി രാജകൃഷ്ണൻ സംവിധാനം നിർവഹിച്ച ശ്രാദ്ധം എന്ന ചിത്രത്തിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2006 ബ്ലെസ്സി സംവിധാനം ചെയ്ത പളുങ്ക് എന്ന ചിത്രത്തിലെ നേരെ പറയണം എന്ന ഗാനത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് വിനയചന്ദ്രനാണ്. നേരു പറയണം, നേരെ പറയണം, നേരും നെറിയുമില്ലാത്ത കാലം, പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം, പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. ഏരിരോ 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 ആയിരോ ഏരിരാരോ തിന്തകം 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 തെയ്യകം തിന്തകന്താ. ൂരിലും പാരിലും പേടിയാടുന്ന കൂറുവനിച്ച കുഴഞ്ഞ കാലം, കള്ളപ്പണവും മരുന്നും മരങ്ങളും കൊല്ലും കൊലയും നടത്തും കാലം, തന്ത്രിയും മന്ത്രിയും കുന്തം വിഴുങ്ങുന്ന തന്തയില്ലാത്ത തെറിച്ച കാലം, തന്ത്രിയും മന്ത്രിയും കുന്തം വിഴുങ്ങുന്ന തന്തയില്ലാത്ത തെറിച്ച കാലം. ഏരിരോ 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 ആയിരോ ഏരിരാരോ തിന്തകം 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 തെയ്യകം തിന്തകം. അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം കവിതകളിലൂടെയും നാടൻ പാട്ടുകളിലൂടെയുമെല്ലാം സാംസ്കാരിക കേരളത്തോട് സംവദിക്കുന്നതിനോടൊപ്പം കേരളത്തിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്ന ഒരു പച്ച മനുഷ്യനായിരുന്നു കവി ഡി വിനയചന്ദ്രൻ. വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ,
കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ ഇത്തിരി മുറ്റത്തു ഞാൻ നട്ടുനോറ്റു പൂവിട്ട തൈമുല്ല പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ്. ഇന്ന് അതിഥിയായി നമ്മുടെ കൂടെയുള്ളത് കണ്ണൂർ ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകനായ CK അനൂപ് ലാൽ മാഷാണ്. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാഗീതം സ്കൂൾ റേഡിയോയിലെ കൂട്ടുകാർക്ക് എൻ്റെ സ്നേഹാശംസകൾ നേരുന്നു. മലയാളത്തിലെ പ്രശസ്ത കവിയായിരുന്ന D. വിനയചന്ദ്രന്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. മലയാള കവിതയിൽ വായ്മൊഴി പാരമ്പര്യത്തിന്റെയും നാടൻ താളങ്ങളുടെയും ഈണങ്ങളുടെയും ഉപാസകനായിരുന്നു D. വിനയചന്ദ്രൻ. വാക്കുകളുടെ തോരാമഴയാണ് വിനയചന്ദ്രന്റെ കവിതകൾ. ബിംബങ്ങളുടെ സമൃദ്ധി കൊണ്ടും പദഘടന കൊണ്ടും താളങ്ങൾ കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട കവിയാണ് അദ്ദേഹം. യാത്രകളുടെ കൂട്ടുകാരനായിരുന്ന കവിയുടെ യാത്രപ്പാട്ട് ഉൾപ്പെടെയുള്ള പല കവിതകളിലും യാത്രയുടെ സൗന്ദര്യം കടന്നു വരുന്നുണ്ട്. വിനയചന്ദ്രന്റെ ഏത് കവിതയിലും പ്രകൃതി നിറസാന്നിധ്യമായി കടന്നു വരാറുണ്ട്. അദ്ദേഹത്തിന്റെ കാട് എന്ന പ്രശസ്തമായ കവിതയിൽ തീവ്രമായ ഒരു അനുഭൂതിയായി കാട് അനുവാചകരിലേക്ക് പടർന്നു കയറുന്നു. വീടും പുഴയും മഴയുമെല്ലാം വിനയചന്ദ്ര കവിതകളിലെ പ്രധാന ബിംബങ്ങളാണ്. മലയാള കവിതയിലെ നടപ്പ് ശീലങ്ങളിൽ നിന്നും രീതികളിൽ നിന്നും വേറിട്ട് തന്റേതായ വഴിയിലൂടെ ഒറ്റയാനായി സഞ്ചരിച്ച അപൂർവം കവികളിൽ ഒരാളാണ് വിനയചന്ദ്രൻ. MA വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മാതൃഭൂമി വിഷുപ്പതിപ്പിൽ കോളേജ് വിഭാഗത്തിലുള്ള കവിതയ്ക്കുള്ള സമ്മാനം വിനയചന്ദ്രൻ നേടിയിട്ടുണ്ട്. ഈ കവിയെ നിരവധി ആൾക്കാർ തിരിച്ചറിയുന്നത് ഇതോടെയാണ്. ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദവും അല്പം ഇടവേളയ്ക്ക് ശേഷം പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും 1ാം റാങ്കോടെ നേടി. വിവിധ സർക്കാർ വിദ്യാലയങ്ങളിൽ വളരെക്കാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹം മുഴുവൻ സമയ സാഹിത്യ പ്രവർത്തനത്തിൽ മുഴുകി. മുഖ്യധാരയിൽ നിന്ന് തെന്നിമാറി ഒരു വ്യവസ്ഥിതിയുടെയും ചട്ടക്കൂടിൽ ഒതുങ്ങാതെ സഞ്ചരിച്ച കവിതകളായിരുന്നു വിനയചന്ദ്രന്റേത്. ആ കവിതകൾ ചിലപ്പോഴൊക്കെ അടിച്ചമർത്തപ്പെട്ടവരുടെയും കീഴാളന്റെയും ശബ്ദവും നാവും ആയിരുന്നു. മലയാള സാഹിത്യ ലോകത്ത് വ്യത്യസ്തമായ ഭാഷയും ചിന്തയും പ്രകൃതിയോടുള്ള ആത്മബന്ധവും കൊണ്ട് ശ്രദ്ധേയനായ കവിയാണ് D. വിനയചന്ദ്രൻ. ഗ്രാമീണ ജീവിതത്തിന്റെ നന്മയും മനുഷ്യന്റെ ഉള്ളറകളിലെ വേദനകളും അതിസൂക്ഷ്മമായി കവിതയിലൂടെ അവതരിപ്പിച്ച അദ്ദേഹം മലയാള കവിതയ്ക്ക് ഒരു പുതിയ ദിശ നൽകി. ലളിതമായ വാക്കുകൾ ഉപയോഗിച്ചെങ്കിലും അതിന്റെ പിന്നിലെ ദാർശനികതയും ആത്മീയതയും വളരെ ആഴമുള്ളതായിരുന്നു. പ്രകൃതി, സ്നേഹം, മനുഷ്യജീവിതം, മരണം, ആത്മാവ്, സ്ത്രീ എന്നിവ അദ്ദേഹത്തിന്റെ കവിതകളിലെ പ്രധാന വിഷയങ്ങളാണ്. ബാല്യകാലം മുതൽ സാഹിത്യത്തോടും സംഗീതത്തോടും പ്രകൃതിയോടും അടുപ്പം പുലർത്തിയിരുന്നു അദ്ദേഹം. ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളർന്നതുകൊണ്ട് പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യരുടെ ജീവിതവുമെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. പിന്നീട് അവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ നിറഞ്ഞു നിന്നത്. വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യരചനകളിൽ താല്പര്യം പ്രകടിപ്പിച്ച അദ്ദേഹം കവിതയെ തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി. വായനയും ചിന്തയും അദ്ദേഹത്തെ വ്യത്യസ്തനായ കവിയാക്കി വളർത്തി. മലയാള സാഹിത്യത്തിലെ പ്രമുഖ കവികളുടെ സ്വാധീനം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും സ്വന്തം ശൈലി രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം അതീവ ശ്രദ്ധ പുലർത്തി. D. വിനയചന്ദ്രന്റെ കവിതകളുടെ ഏറ്റവും വലിയ പ്രത്യേകത ലാളിത്യമാണ്. സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം ആഴമുള്ള ചിന്തകൾ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കവിത വായിക്കുമ്പോൾ അത് ഒരേ സമയം പ്രകൃതിയുടെ സംഗീതം പോലെയും ജീവിതത്തിന്റെ തത്വചിന്ത പോലെയും അനുഭവപ്പെടുന്നു. കവിതകളിൽ പ്രകൃതി ജീവിക്കുന്ന ഒരു കഥാപാത്രമാണ്. മഴ, കാറ്റ്, മരങ്ങൾ, പുഴകൾ, പക്ഷികൾ എന്നിവയെ മനുഷ്യന്റെ വികാരങ്ങളോട് ചേർത്താണ് അദ്ദേഹം അവതരിപ്പിച്ചത്. പ്രകൃതിയെ വെറും പശ്ചാത്തലമായി കാണാതെ മനുഷ്യന്റെ ആത്മാവിന്റെ ഭാഗമായി അദ്ദേഹം ചിത്രീകരിച്ചു. സ്ത്രീയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും വ്യത്യസ്തമായിരുന്നു. സ്ത്രീയെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി മാത്രം കാണാതെ സ്നേഹത്തിന്റെ, സഹനത്തിന്റെ, ജീവന്റെ പ്രതീകമായി അദ്ദേഹം അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കവിതകൾക്ക് മാനുഷികമായ ഒരു സവിശേഷതയുണ്ട്. അദ്ദേഹത്തിന്റെ കവിതകളിൽ പ്രകൃതിയും ആത്മീയതയും ജീവിത ചിന്തകളും ഒരുമിച്ച് കാണാം. വിഷാദത്തിന്റെ പൂക്കൾ, ദിശാസൂചി, നദിയുടെ സംഗീതം പോലുള്ള കവിതകളിലൂടെ അദ്ദേഹം വായനക്കാരുടെ മനസ്സിൽ ഇടം നേടി.
അദ്ദേഹത്തിന്റെ കവിതകൾ സംഗീതാത്മകത കൊണ്ടും പ്രശസ്തമാണ്. പല കവിതകളും ഗാനങ്ങളായും ജനപ്രിയമായി. സാധാരണ വായനക്കാരനും സാഹിത്യപ്രേമിക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന ശൈലിയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. കവിതകളിൽ മാത്രമല്ല, പ്രഭാഷണങ്ങളിലും അഭിമുഖങ്ങളിലും അദ്ദേഹം മനുഷ്യസ്നേഹവും പ്രകൃതി സ്നേഹവും പ്രചരിപ്പിച്ചു. സമൂഹത്തിലെ അസമത്വങ്ങളെയും മനുഷ്യന്റെ ആത്മീയ ശൂന്യതയെയും കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ചിന്തകൾ ശ്രദ്ധേയമാണ്. ആധുനിക കവിതകളുടെ സങ്കീർണതകൾക്കിടയിൽ ലളിതവും ഹൃദയസ്പർശിയുമായ എഴുത്തിലൂടെ അദ്ദേഹം വ്യത്യസ്തനായി. വായനക്കാരുടെ ഹൃദയവുമായി നേരിട്ട് സംസാരിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിന്റെ ശക്തി. പ്രകൃതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ഇന്നത്തെ പരിസ്ഥിതി ചർച്ചകളിലും പ്രസക്തമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം തകരുമ്പോൾ ജീവിതവും തകരുമെന്ന് അദ്ദേഹത്തിന്റെ കവിതകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹം നിരവധി യുവ കവികൾക്ക് പ്രചോദനമായിരുന്നു. കവിതയെ വെറും സാഹിത്യരൂപമായി മാത്രമല്ല, മനുഷ്യന്റെ ആത്മാവിന്റെ ശബ്ദമായി കാണാൻ അദ്ദേഹം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ മലയാള സാഹിത്യ ലോകം അദ്ദേഹത്തെ സ്നേഹത്തോടെയും ആദരവോടെയും ഓർക്കുന്നു. വിനയചന്ദ്രൻ മലയാള സാഹിത്യത്തിലെ അപൂർവ പ്രതിഭകളിൽ ഒരാളാണ്. പ്രകൃതിയുടെയും മനുഷ്യജീവിതത്തിന്റെയും ആത്മീയതയുടെയും ശബ്ദമായി അദ്ദേഹത്തിന്റെ കവിതകൾ ഇന്നും നിലനിൽക്കുന്നു. ലളിതമായ ഭാഷയിൽ ആഴമുള്ള ചിന്തകൾ അവതരിപ്പിച്ച അദ്ദേഹം മലയാള കവിതയെ കൂടുതൽ ജനകീയമാക്കി. നരകം ഒരു പ്രേമ കവിത എഴുതുന്നു. ദിശാസൂചി, കായിക്കരയിലെ കടൽ, വീട്ടിലേക്കുള്ള വഴി, സമയമാനസം, സമസ്ത കേരളം പിയോ എന്നിവയാണ് കവിതാ സമാഹാരങ്ങൾ. വംശഗാഥ എന്ന ഒരു ഖണ്ഡകാവ്യവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം. ബി വിനയചന്ദ്രൻ 2013 ഫെബ്രുവരി 11 ശ്വാസകോശ രോഗത്തെ തുടർന്ന് അന്തരിച്ചു. വിനയചന്ദ്രന്റെ കവിതകൾ വായിക്കുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നു. കാലം കടന്നുപോയാലും അദ്ദേഹത്തിന്റെ കവിതകളും ചിന്തകളും മലയാളികളുടെ മനസ്സിൽ വിനയചന്ദ്രികയായി എന്നും ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കു നിൽക്കുന്നു യാത്ര ചെയ്യാതൊരാൾ, ഒറ്റയ്ക്കു പോകുന്നു യാത്ര ചോദിച്ചൊരാൾ. ഒറ്റയ്ക്കു നിൽക്കുന്നു യാത്ര ചെയ്യാതൊരാൾ, ഒറ്റയ്ക്കു പോകുന്നു യാത്ര ചോദിച്ചൊരാൾ. നോക്കൂ, പ്രിയപ്പെട്ട ജീവിതം പെയ്യുന്നു. നോക്കൂ, പ്രിയപ്പെട്ട ജീവിതം കൊള്ളുന്നു. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ വിദ്യാഗീതത്തിന്റെ പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.